ഹായ്, സ്വീസ് ഹോം അക്കാഡമിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ 9ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇതുപോലത്തെ ഫ്രോക്ക് എങ്ങനെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ പേപ്പർ കട്ടിങ്ങിലല്ല, ഞങ്ങൾ ലൈനിങ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന പീസ് ഉണ്ടല്ലേ ലൈനിങ്, ആ ലൈനിങ്ങിൽ ഫസ്റ്റ് കട്ട് ചെയ്തു പിന്നെ സ്റ്റിച്ചിങ് ചെയ്യുന്നത് കാണിക്കാം. പിന്നെ മെയിൻ പീസിൽ കട്ട് ചെയ്യാൻ കാണിക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ എഴുതി കാണിക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം. ഞങ്ങൾ ഇപ്പോൾ ബോഡി പാർട്ടാണ്, ഇത് ബോഡി പാർട്ടാണ്. ഇതിൻ്റെ ഫോട്ടോ ഇടാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ. ഇതിൻ്റെ ചെസ്റ്റും എല്ലാ ഭാഗം മെഷർമെൻറ്റ് എഴുതി പിന്നെ ഈ പേപ്പറിൻ്റെ ഫോട്ടോ ഇടാം മെഷർമെൻറ്റ് എഴുതിയതിൻ്റെ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം. ഫസ്റ്റായിട്ട് ഞങ്ങൾ ചെസ്റ്റാണ് എടുക്കുന്നത്. ചെസ്റ്റ് ഇത് ചെസ്റ്റാണ്, ഇത് ബോഡി പാർട്ടിൻ്റെ ഇപ്പോൾ മെഷർമെൻറ്റ് എടുക്കുന്നത് ചെസ്റ്റാണ് എടുക്കുന്നത്. ഇത് ഇവിടുന്ന് ഇവിടേക്ക് 11 ഇഞ്ചാണ്. ഇവിടെ 11 ഉണ്ട്. 11 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് കൂട്ടാണ് 1 ഇഞ്ച്. പിന്നെ വേസ്റ്റാണ്, ഇതും അതേപോലെ തന്നെ 10.5 ഇഞ്ചാണ്. 10.5 ഇഞ്ച് പ്ലസ് 1 ആണ്. പിന്നെ നമ്മൾ ഷോൾഡർ എടുക്കുന്നതാണ്. ഈ ഷോൾഡറിലേക്ക് 9 ഇഞ്ചുണ്ട്. 9ൻ്റെ 2ാം ഭാഗം 4.5 ഉണ്ട്. ഈ 4.5 ആകുമ്പോൾ ഇതിലേക്ക് പ്ലസ് ഞങ്ങൾ സ്റ്റിച്ചിൻ്റെ ഭാഗം കൂട്ടണം. സ്റ്റിച്ചിലേക്ക് ഞങ്ങൾ 1/2 ഇഞ്ച് കൂട്ടും. 1/2 ഇഞ്ച് കൂടിയാൽ എത്രയായി? 5.5ആയി. 4.5 പ്ലസ് 1/2 5ആയി. ഇനി ഞങ്ങൾ ഫ്രണ്ട് നെക്ക് എടുക്കാം. ഫ്രണ്ട് നെക്ക് 2 ഇഞ്ച് ഉണ്ട്. ഇതിൽ ഫ്രണ്ട് നെക്ക് 2 ഉണ്ട്, അല്ല 2.5 ഉണ്ട്. 2.5 ഇഞ്ച് ഉണ്ട്. ഫ്രണ്ട് നെക്ക് 2.5 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് കൂട്ടാണ്. ഇവിടെ സ്റ്റിച്ചിങ്ങിൽ പോകുന്നുണ്ട്. അത് കണ്ടിട്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടാണ്. ഇനി ബാക്ക് നെക്കും ഇതിൽ 2 ഉണ്ട്. 2.5 ഉണ്ട്. ബാക്കിൽ 2 ഉണ്ട്. അതും അതേപോലെ 1/2 ഇഞ്ച് കൂട്ടിയാൽ 2.5 ആയി. ഇത് 3 ആയി. ഇനി ബോഡി ലെങ്ത്താണ്. ഇവിടെ നിന്ന് ഈ ഭാഗത്തിലേക്ക് ബോഡി ലെങ്ത്താണ്. ബോഡി ലെങ്ത്ത് നമുക്ക് 8.5 ഇഞ്ച് വെക്കുന്നതാണ്. 8.5 ഇഞ്ച് ഉണ്ട്. 8.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ചാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ആയിട്ട് പോകുന്നതാണ്. 1/2 ഇഞ്ച് ഈ ഭാഗത്തിൽ, 1/2 ഇഞ്ച് മുകൾ ഭാഗത്തിലേക്ക് പോകും. അപ്പോൾ 8.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് കൊടുത്താൽ 9.5 ആയി. ഇനി ഞങ്ങൾ ഫുള്ള് ലെങ്ത് എടുക്കണം. ഇവിടെ നിന്ന് ആം ഹോൾ എടുത്തിട്ടില്ല. ആം ഹോൾ എടുക്കാം. ആം ഹോൾ ലെങ്ത് 4.25 ഉണ്ട്. 4.5 എടുക്കാം. അപ്പോൾ ഇതിൽ 4.5 ഇഞ്ചാണ് ആം ഹോൾ. 4.5 ഇഞ്ച് ഇതിലേക്ക് പ്ലസ് 1/2 ഇഞ്ച് കൂട്ടണം. 1/2 ഇഞ്ച് കൂട്ടിയാൽ 5 ഇഞ്ചായി. ഓക്കെ, ഇനി ഞങ്ങൾ ഫുള്ള് ലെങ്ത് എടുക്കാം. ഫുള്ള് ലെങ്ത്ത് ഇവിടെ നിന്ന് താഴോട്ട്
പോകുമ്പോൾ 19.5 വരും. 19.5 19.5 ഇതിലേക്കിപ്പോൾ കൂട്ടണ്ട. ഞങ്ങൾ ഇതിൻ്റെത് ഞാനിപ്പോൾ മെഷർമെൻറ്റിൻ്റെതൊന്ന് കാണിച്ചു തരാം. ഇത് ഫുള്ള് ലെങ്താണ്. അപ്പോൾ ഇതിൻ്റെ എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ കാര്യം ഞാൻ ബാക്കിൽ ഇതോടെ പറയാം, കാണിച്ചു തരാം. ഫുള്ള് ലെങ്ത്ത് 19.5 ഉണ്ട്. ഇതിൽ 19.5 ആയാൽ ബോഡി ലെങ്ത്ത് എടുക്കണം. ഇതിൽ 19.5ൽ ബോഡി ലെങ്ത്ത് മൈനസ് ആക്കണം. 9.5 അല്ല, 8.5 ഉണ്ട്. ഇത് കൂട്ടിയതല്ല, കൂടാതിരിക്കുന്ന ഈ 8.5 ഉണ്ടല്ലേ, ഇതിനെ ഞങ്ങൾ ഇതിൽ മൈനസ് ആക്കണം. 19.5ൽ 8.5 മൈനസ് ആയാൽ 11 ഇഞ്ചാണ് ഇതിൽ വരുന്നത്. 11 ഇഞ്ച് വരുന്നു. അപ്പോൾ ഈ ഈ ഫുള്ള് ലെങ്ത്തിൽ ഇത്ര മൈനസ് ആയാൽ ഇത് ഞങ്ങളുടെ ഈ ഫ്രോക്കിൻ്റെ ഈ ഭാഗമാണ്. ഈ ഭാഗം ആണ്. ഇപ്പോൾ ഞങ്ങൾ ഈ ഭാഗം സ്കേർട്ട് ഇത് ബോഡിയാണ്, ഇത് സ്കേർട്ടാണ്. ഇതിൻ്റെ ഫ്രോക്കിൻ്റെ താഴോട്ട് ഭാഗമുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് എടുക്കുന്ന പീസാണ് 11 ഇഞ്ചിൻ്റെ പീസ്. ഇപ്പോൾ ഇത് നമ്മുടെ ലൈനിങ് ആണ്, ഇത് ക്ലോത്താണ്, കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ഉണ്ട്, ഇതുപോലെ ഓപ്പൺ ഉണ്ട്. ഒന്ന് നോക്കണേ. ഇപ്പോൾ ഇതിനെ ഞാനിങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ഫോൾഡ് ചെയ്തു, മറ്റൊരു ഫോൾഡ് പിന്നെയും കാണിക്കാം. 4 ഭാഗമായിട്ട് ഞങ്ങൾക്ക് വേണം, 4 മടക്ക് വേണം. ഇപ്പോൾ 2 മടക്കായി, 2 പീസായി. ഇതിലിപ്പോൾ 2 പീസ് ഉണ്ട്. ഇനി ഇതിനെ ഇതുപോലെ 2ആയിട്ട് മടക്കണം. ഇതിനെ 2ആയിട്ട് മടക്കണം. ഇപ്പോൾ ഞങ്ങൾ മെഷർമെൻറ്റിലൊന്ന് പറയാനുണ്ട്. ഇപ്പോൾ 11 പ്ലസ് 1 12ആയി. ഇതിൻ്റെ 2 ഭാഗമായിട്ട് ഞങ്ങൾ എടുക്കണം. 6ആയി. ഇതിൻ്റെ 2 ഭാഗം 6ആയി. ഈ 6 ഇഞ്ച് ഞങ്ങൾ സ്റ്റിച്ചിങ്ങിലേക്ക് എടുക്കുന്നതാണ്. ഈ 6 ഇഞ്ച് ഞങ്ങൾ സ്റ്റിച്ചിങ്ങിലേക്ക് എടുക്കുന്നതാണ്. സ്റ്റിച്ചിങ്ങിലേക്കല്ല, കട്ടിങ്ങിലേക്ക് എടുക്കുന്നതാണ്. ഇതിൻ്റെ ഫിനിഷിങ് ഞങ്ങൾക്ക് 11.5 ഞങ്ങൾക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ 6 ഇഞ്ചായാൽ ഞങ്ങൾ സ്റ്റിച്ചിങ്ങിലൂടെ നോക്കാം 11 ഇഞ്ച് വരണം. 6 ഇഞ്ചായാൽ 12 ഇഞ്ചായാലേ. ഈ 12 ഇഞ്ച് കട്ടിങ്ങാണ്, സ്റ്റിച്ചിങ് 11 ഇഞ്ചാണ്. ഇപ്പോൾ ഞങ്ങൾ 6 ഇഞ്ച് വേണം ഇതിൽ. ഇപ്പോൾ ഇവിടെ 6 ഇഞ്ചായി. ഇത് 11.5 ഇഞ്ചുണ്ട്. 11.5 ഇതിൻ്റെ 2ആം ഭാഗം 2 ഭാഗം എടുത്താൽ 11ൻ്റെ 5.5യും ഹാഫിൻ്റെ കാലാണ് 5.25ആയി. 5.25 ഇഞ്ച് ഞങ്ങൾക്ക് വേണം. ഇപ്പോൾ വേസ്റ്റ് ഇത് 2 ഓക്കെ, ഇത് 2 മെയിനാണ്. ഓക്കെ, ഞങ്ങളിപ്പോൾ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ബോഡി പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഈ ബോഡി പാർട്ട് കട്ട് ചെയ്യുമ്പോൾ മാർക്കിംഗ് ചെയ്യാം. ഓക്കെ, ഇനി ചെസ്റ്റ് ബോഡിൻ്റെ ലെങ്ത്ത് 9.5 ഇഞ്ചാണ്. ടോട്ടലായിട്ട് 9.5 ഇഞ്ച് വരണം. 9.5 ഇഞ്ച്. ഞാൻ സ്കെയിൽ എടുത്തിട്ടില്ല, ഞങ്ങൾ സ്കെയിലിൽ മാർക്ക് ചെയ്യണം. പിന്നെ ഇനി ഞങ്ങൾ ഷോൾഡർ എടുക്കാം. ഷോൾഡർ 5 ഇഞ്ചാണ്. 5 ഇഞ്ച് ഷോൾഡറിലേക്ക് മാർക്ക് ചെയ്യാം.
ഇനി ആർം ഹോൾ എടുക്കാം. ആർം ഹോള്, ഇത് ആർം ഹോള് കാണുന്നുണ്ടോ? സോറി, കാണുന്നില്ലല്ലേ നിങ്ങൾക്ക്? സോറി, ഇത് ആം ഹോളാണ്. 4.5 ഇഞ്ച് എടുക്കണം. നിങ്ങൾക്ക് ആം ഹോള് 4.5 ഇഞ്ച് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ഷേപ്പ് എടുക്കാം. ഇവിടെ 5 ഇഞ്ച് മാർക്ക് എടുക്കാം. ഞങ്ങൾ ഈ മെഷർമെൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമ്മുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സിലെ ലൈവ് ക്ലാസ്സിലും നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ 2 മാസത്തിൻ്റെ പെയ്ഡ് ക്ലാസ്സിൽ കാണിച്ചു തരും. ഇത് ക്ലിയറായിട്ട് പറഞ്ഞു തരും. ഇത് ക്ലിയറായിട്ട് മനസ്സിലും ആവും. ഒന്നും അറിയാത്തവർക്ക് ക്ലിയറായിട്ട് ഒരു ദിവസം ഫുള്ളും ഈ മെഷർമെൻറ്റിൻ്റെ ഫുള്ളായിട്ടൊരു ക്ലാസ് കിട്ടും. ആ ഫുള്ള് ക്ലാസ്സിൽ ക്ലിയറായിട്ട് മനസ്സിലാക്കി തരും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ യോക്ക് എടുക്കുന്നതാണ്. ഈ യോക്ക് എടുക്കാം. 2.5 ഇഞ്ച് യോക്കാണ്. യോക്ക് 2.5 ഇഞ്ച് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ഞങ്ങൾ മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചാണ്. 3 ഇഞ്ചിലേക്ക് ഞങ്ങളൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം. പിന്നെ ബാക്ക് നെക്ക് 2.5 ഇഞ്ചാണ്. അതിലേക്കും അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ഷേപ്പ് കൊടുക്കാം. ഇനി ചെസ്റ്റാണ് ഞങ്ങൾ എടുക്കുന്നത്. ചെസ്റ്റ് ഞങ്ങൾക്ക് 6 ഇഞ്ച് വേണം. 6 ഇഞ്ച് എടുത്തു. ചെസ്റ്റ് 6 ഇഞ്ച് എടുത്തു. ഇനി വേസ്റ്റ് എടുക്കാം. 5.25 ഇഞ്ച് എടുക്കാം. ഇതിലേക്ക് ഞങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്യാം. സ്കെയിൽ കൊണ്ടിട്ട് മാർക്ക് ചെയ്യണം. നമ്മുടെ ഇതിൽ ഇപ്പോൾ 6 ഇഞ്ചുണ്ട്. ഈ 11 ഇഞ്ചിൻ്റെ ഹാഫ് 5.5 ആയി. അപ്പോൾ 5.5 ഇഞ്ചിലേക്ക് മറ്റൊരു മാർക്കും ഇടാം. ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്കാണ്. അതേപോലെ താഴെ 10.5 ഉണ്ട്. അതിൻ്റെ 5.25 5.25 താഴെ മാർക്ക് ചെയ്യാം. അതിലേക്ക് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ഇടാം. ഈ ലൈന് ഇതല്ല, ഈ ലൈനാണ് ഇട്ട് ഇന്ന് ഞങ്ങൾ കട്ടിങ് ചെയ്യാം. ഇതിലേക്ക് താഴെയുള്ള മാർക്കിലേക്ക് ഞാൻ കട്ട് ചെയ്യാം. നിങ്ങൾ ബാക്കിൻ്റെ നെക്ക് ഫസ്റ്റായിട്ട് കട്ട് ചെയ്യാം. 2 ടൈപ്പ് ഉണ്ട് കട്ട് ചെയ്യുന്നത്. ഇത് പിന്നെ നിങ്ങൾ പെയ്ഡ് കോഴ്സിലേക്ക് കാണിക്കുന്നുണ്ട് 2 ടൈപ്പിൽ കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ബാക്കിൻ്റെ ഭാഗം എടുക്കാം. ഉള്ളിൻ്റെ ഭാഗം എടുത്ത് വെച്ച് ഇനി പിന്നെ ശരിയാക്കി വെച്ച് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഭാഗം ഞങ്ങൾ കട്ടിങ് ചെയ്യാം. ഇതുപോലെ ഈ ഷേപ്പ് കൊടുക്കാം. ഓക്കെ, ഇത് ഫ്രണ്ടാണ്. ഓക്കെ, ഇനി ഞങ്ങൾ താഴെയുള്ള പാർട്ട് കട്ട് ചെയ്യാം. ഇതിൽ തന്നെ സ്കേർട്ടിൻ്റെ പാർട്ടാണ് കട്ട് ചെയ്യുന്നത്.
സ്കേർട്ടിൻ്റെ പാർട്ട് ഞങ്ങൾക്ക് 11 ഇഞ്ച് വേണം. അപ്പോൾ 11 ഇഞ്ച് വേണമല്ലേ. അപ്പോൾ ഇതും അതേപോലെയാണ്. ഇതിൽ 2 പാർട്ടുണ്ട്. ഫോൾഡിങ് ചെയ്ത് 2 ഉണ്ട്. ഇങ്ങനെ മടക്കി ഫുള്ള് ഒന്നിന്നതിനെ 2ആക്കി മടക്കി ഒന്ന് നോക്കണം. ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇത് ഒരു ഫുള്ള് ക്ലോത്താണ്. ഇതിനെ മടക്കി ഇപ്പോൾ ഒരു ഫോൾഡ് മടക്കി ഇനി ഇതിനെ ഇങ്ങനെ മടക്കുന്നതെന്ന് കാണിക്കാം. 4 ഫോൾഡ് വേണം. അതുകൊണ്ടിട്ട് ഇങ്ങനെ മടക്കാം. ഞങ്ങൾ ഇങ്ങനെ മടക്കാം. ഈ ക്ലോത്തിൻ്റെ ബോഡിയില്ല സ്കേർട്ട് ലെങ്ത് ഉണ്ടല്ലേ, ഇത് ഞങ്ങൾ പ്ലീറ്റ്സ് വെച്ചിട്ട് നെരി ഇതുപോലെ പ്ലീറ്റ്സ് വെച്ചിട്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നതാണ്. ഫ്രോക്കിൻ്റെ പ്ലീറ്റ്സ് വെച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ടിട്ട് ഈ പാർട്ടിൻ്റേത് നീളം എക്സ്ട്രാ എത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഞങ്ങളുടെ പീസ് ഉണ്ടല്ലേ അതിൻ്റെ മേലെ ഉള്ളതാണ്. എത്ര വിഡ്ത്ത് ഉണ്ടായാലും കുഴപ്പമില്ല. ലെങ്ത്ത് മാത്രം ഞങ്ങളുടെ മെഷറാണ് ഇതിലിപ്പോൾ. ഞാനതിൻ്റെ എത്ര എത്ര വിഡ്ത്ത് വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ 11 ഇഞ്ച് വേണം, 12 ഇഞ്ച് വേണമല്ലേ. നിങ്ങൾക്ക് 12 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫുള്ള് ലൈന് ഇതുപോലെ മാർക്ക് ചെയ്യാം 12 ഇഞ്ചിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് 12 ഇഞ്ച് ഇത് ഓൾറെഡി മാർക്കിടുണ്ട് എൻ്റെ അടുത്ത്. അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്തു. ഇനി ഇതിനെ ഫുള്ളായിട്ട് ചെയ്തു. ഇനി ഞങ്ങൾ ഈ ടോപ്പിൽ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. അതുപോലെ ഞങ്ങൾ ഇതിലും വെക്കാം. ഇതിൻ്റെ വിഡ്ത്ത് 22.5 ഉണ്ട്. 22.5 ഇതിൽ ഞാനൊന്ന് എഴുതി കാണിക്കാം നിങ്ങൾക്ക്. സ്കേർട്ട് പാർട്ടിൻ്റെത് സ്കേർട്ട് പാർട്ട് ലെങ്ത് 11 + 1 12. സ്കേർട്ട് പാർട്ട് വിഡ്ത്ത് 23 ആണ്. +1 24. ഈ 24ൻ്റെ ഇതിലിപ്പോൾ വിടുത്തെടുക്കുമ്പോൾ ഞങ്ങളെപ്പോഴും ശ്രദ്ധിക്കുന്നത് ലെങ്ത്ത് കൂട്ടുന്നതല്ലേ. ഇപ്പോൾ ലെങ്ത്ത് കൂട്ടുന്നത് സെയിമാണ്. ഞങ്ങൾ വിടുത്തെടുക്കുമ്പോൾ 4 ഭാഗം വേണം ഞങ്ങൾക്ക്. 4 ഭാഗമുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾ 2 ഭാഗം മാത്രം എടുത്തതാണ്. ഒരേ സൈഡ് ഇതുപോലെ എടുത്തതാണ്, റൗണ്ടായിട്ട് എടുത്തതല്ല, ഇങ്ങനെ എടുത്തതല്ലേ. അപ്പോൾ ഇതിൽ 24 ഉണ്ട്. ഇതിൻ്റെ 2ാം ഭാഗം 12 എടുക്കണം. 12 ആണ്. ഓക്കെ. ഞങ്ങൾക്ക് കുറേ പ്ലീറ്റ്സ് വേണോ എന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ കൊടുക്കാം. ഞാനിതിൽ നോക്കാം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഈ പീസിൽ ഞങ്ങൾക്ക് 15.5 ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് 12 വേണം. ഓക്കെ, ഞങ്ങൾ 12 വേണ്ട. ഞങ്ങൾക്ക് പ്ലീറ്റ്സ് എക്സ്ട്രാ കൊടുത്താൽ കുറച്ച് ഈ ഡ്രസ്സ് ഉണ്ടല്ലേ നന്നായി കാണും. പ്ലീറ്റ്സ് എക്സ്ട്രാ കൊടുത്താൽ അതുകൊണ്ടിട്ട് ഞങ്ങൾ ഇതിലേക്ക് 12
വേണ്ട, ഇതിൽ ഉള്ളത് 15 എടുക്കാം. 15.5 ഉണ്ട്, 15.5 എടുക്കാം. ഓക്കെ, ഞങ്ങളിന്നിപ്പോൾ കട്ട് ചെയ്തെടുക്കാം ഇതിനെ. ഇതുപോലെ കട്ട് ചെയ്തു. ഇപ്പോൾ ഞാനിത് ബോഡിയിലേക്ക് പീസ് എടുത്തതാണ്. ബോഡി പീസാണിത്. ഇത് കുറച്ച് കുറവുണ്ട്. എൻ്റേത് ഞാൻ എടുത്തിട്ട് എടുത്തതാണ്. എൻ്റെ കട്ട് പീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ ഹാഫ് സെൻറ്റിമീറ്റർ ഹാഫ് മീറ്ററാണിത്. ഹാഫ് മീറ്റർ ക്ലോത്താണ്. ഇപ്പോൾ ഹാഫ് മീറ്റർ ക്ലോത്തിൽ ഞാൻ ബോഡി പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ 4 ഫോൾഡ് എടുക്കണം. ഒരു ഫോൾഡായി ഇങ്ങനെ നാല് ഫോൾഡ് എടുക്കണം. 4 ഫോൾഡ് എടുത്തു. ഇനി ഞങ്ങൾ നമ്മുടെ ഈ പീസ് കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലേ, ഇതിൻ്റെ ബാക്കിൻ്റെ പീസ് ഫ്രണ്ടിൻ്റെ പീസ് 2 ഉണ്ട്. ഞങ്ങൾ ഇതിലേക്ക് ബാക്കിൻ്റെ പീസ് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, സെയിം ഉണ്ട്. ഇതിനെ ഇതുപോലെ വെച്ച് ഒരു മാർക്ക് കൊടുക്കാം. ഇതിലേക്ക് മാർക്ക് കൊടുക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇങ്ങനെ മാർക്ക് ചെയ്തു. എല്ലാം മാർക്ക് ചെയ്യണം ഇതുപോലെ. നിങ്ങൾക്കപ്പോൾ ഈസി ആവും. മാർക്ക് ചെയ്തു. നെക്കിൻ്റെ പാർട്ട്, ഈ വക്കിൻ്റെ ഭാഗം ഉണ്ടല്ലേ, ഇത് കട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇതുപോലെ ഒരു മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇതിനെ എടുക്കണം. എടുത്തു. ഇതിനെ ഇനി കട്ട് ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ ബോഡി പാർട്ടായി. ഇനി താഴോട്ടുള്ള സ്കേർട്ടിൻ്റെ പാർട്ടാണ്. ഇതെടുക്കാം. ഇത് മെയിൻ പീസാണ്. ഞാൻ പുറത്തേക്ക് ഞങ്ങൾ പുറത്ത് കാണുന്നത് ലൈനിങ് അല്ല, മെയിൻ പീസാണ്. ഈ പീസിലേക്ക് ഞാൻ 4 ഫോൾഡ് ഉണ്ട്. ഇതിൽ 4 ഫോൾഡ് ആക്കിയിട്ടുണ്ട്. ഒരു പീസിന് 4 പീസുണ്ട്. ഇതുപോലെ 4 പീസിൻ്റെ 4 ഫോൾഡാക്കി എടുത്തു. സെയിം ഞങ്ങൾ എപ്പോൾ എടുക്കുന്ന പോലെ. ഇത് ഞാൻ എന്നോട് ഉള്ള പീസായിരുന്നു ആയതുകൊണ്ടിട്ട് ഞാൻ ഇത് 2 പീസ് വേറെ വേറെ ഉണ്ട്. ഇതുപോലെ വേറെ വേറെ ഉണ്ട്. ഇങ്ങനെ കട്ടായിട്ടുള്ള പീസാണ്. ഞാൻ അതിനെ 2 പീസിനെ ഇതുപോലെ എടുത്തു. ഇനി 2 പീസ് ഇതിലുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിനെ ഇനി ഫോൾഡ് ചെയ്യാം. മടക്കിയിട്ട് ഇതിൻ്റെ ലെങ്ത്ത് എത്രയുണ്ട് അത്രയാണ് മടക്കിയിട്ട്, വിഡ്ത്ത് എത്രയുണ്ട് നോക്കി അത്രയാണ് മടക്കിയിട്ട് ഞങ്ങൾ നമ്മുടെ കട്ടിങ് ചെയ്യുന്ന ഈ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, ഇതിനെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കണം. ഇതുപോലെ വെക്കണം. ഇത് മെയിൻ പീസും ഇതും ഒട്ടായി വെച്ചു. ഇനി വെച്ച പിന്നെ ഈ ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ഇത് എപ്പോഴും ഏത് ഡ്രസ്സ് അറിഞ്ഞവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഞാനിത് പറയാം. രണ്ടും ശ്രദ്ധിക്കണം. എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഉള്ളിലേക്കൊരു ലൈനിങ് ഇട്ടിട്ട് ചെയ്യുന്ന ഡ്രസ്സല്ലേ ഇത്. അപ്പോൾ ഉള്ളിലുള്ള പീസിനേക്കാൾ പുറത്ത് ഞങ്ങൾ മെയിൻ പീസ് ഉണ്ടല്ലേ, ഈ പീസ്, ഇതിനെ ഒരു ഇഞ്ചാണെങ്കിലും ½ ഇഞ്ചാണെങ്കിലും എടുക്കണം, എക്സ്ട്രാ എടുക്കണം. പറഞ്ഞാൽ ഇത് ഉള്ളിൽ കാണാനല്ലേ, ഇത് രണ്ടും ഒന്നായി കട്ട് ചെയ്താൽ സെയിം ആയിട്ട് കാണും. അപ്പോൾ ഒരു ½ ഇഞ്ചാണെങ്കിലും ഇത്
ലെങ്ത്ത് കൂടിയിട്ട് വേണം. ഞങ്ങൾ ഇതിലേക്ക് 1/2 ഇഞ്ച് ലെങ്ത്തിൽ എക്സ്ട്രാ കൊടുക്കും. ഇതിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഞങ്ങൾ ഇതിലേക്ക് കട്ട് ചെയ്യാം. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു ലൈൻസ് ഇട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കാം. ഞങ്ങൾ പിന്നെ ഇവിടെ ഒരു കട്ട്സ് കൊടുക്കാം ഇതുപോലെ. ഇനി ഞങ്ങൾ ഇവിടെ 1/2 ഇഞ്ചിൽ ഞങ്ങൾ കട്ട്സ് കൊടുത്തിട്ടുണ്ടല്ലേ, ഇവിടെ ഇപ്പോൾ 1/2 ഇഞ്ച് താഴെയുണ്ട്. ഇതിൽ 1/2 ഇഞ്ച് കൊടുത്താൽ 1 ഇഞ്ചായി. ഈ 1 ഇഞ്ചിൽ ഞങ്ങളൊരു ഇതിലേക്കൊരു കട്ട്സ് കൊടുക്കാം. ഇതുപോലെ കട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫിനിഷായി. ഇത് 2 ഭാഗം ആയി. ഇത് മെയിൻ പാർട്ട്, ഈ പാർട്ട്, ഇത് 2 ആയി. ഇനി ഞങ്ങൾ ഇതിലേക്ക് കെട്ടുന്ന ഇതിൻ്റെ ബാക്കിൽ കെട്ടുന്ന ബോ, ഈ ഫ്രണ്ടിൻ്റെ ബോ ഉണ്ടല്ലേ, ഈ ബോ പിന്നെ ഇതുപോലത്തെ നൂല് ഇതിനെ ഞങ്ങൾ ഇപ്പോൾ ചെയ്യണം. ഇതിൻ്റെ കട്ട് ചെയ്യണം. ഇതുപോലത്തതൊന്ന് കട്ട് ചെയ്യണം. ഇതിൻ്റെ ലെന്ത് ഒന്ന് നോക്കാം, എത്ര ലെന്ത് ഉണ്ടെന്ന് നോക്കിയിട്ട് കട്ട് ചെയ്യാം. ഇതിൻ്റെ ലെന്ത് 13 ഇഞ്ച് ഉണ്ട്. 13 ഇഞ്ച് പ്ലസ് സ്റ്റിച്ചിങ്ങിൻ്റേത് 1 ഇഞ്ച്, 14 ഇഞ്ച് വേണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് എഴുതിയിട്ട് വെക്കാം. ക്ലോത്ത് ത്രെഡാണ്, തുണിയുടെ നൂലാണ്, ബാക്കിൽ കെട്ടുന്ന ഞങ്ങൾ നമ്മുടെ 2 മന്ത് ക്ലാസ്സിൽ ക്ലിയറായിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയറായിട്ട് ഞങ്ങൾക്ക് റൈറ്റപ്പിൽ അയച്ചു തരാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല. എനിക്കും കുറച്ച് ടഫാവും മലയാളം, കുറച്ച് ഡിഫറെൻ്റായിട്ട് വരും. അപ്പോൾ അതിനെ ഞാൻ റൈറ്റപ്പിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് റൈറ്റപ്പിലും ഞാൻ മലയാളം തരാം, എഴുതിയിട്ട് അയക്കാം. മലയാളത്തിൽ റൈറ്റപ്പായിട്ട് ഞാൻ അയക്കാം. ആരും വിഷമിക്കണ്ട, ഞങ്ങൾക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ മലയാളത്തിൽ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ. ഇനി ഇത് ക്ലോത്ത് ത്രെഡാണ്. ഇത് 12 ഇഞ്ച് പ്ലസ് 1 13 ഇഞ്ചായി ലെങ്ത്ത് ഇതിൻ്റെ അളവ്. പിന്നെ 1 ഇഞ്ച്, അതെ 2 ഇഞ്ച്, 1 പ്ലസ് 1 2 ഇഞ്ച്, 2 ഇഞ്ച് ഇതിൻ്റെ വിഡ്ത്താണ്. ഞങ്ങൾ ഒന്ന് ഇതിനെ കട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്തുണ്ട് ഇതിന് ഈ പീസ് വേണ്ട ഞങ്ങൾക്ക്. ഇതേ പീസ് എടുക്കാം, ഇതെടുത്തു. ഇനി ഇതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്യണം. 4 ഫോൾഡായി. ഇതിൽ 2 പീസ് 4ആയി. അപ്പോൾ ഈ ഫോൾഡ് ചെയ്തു 13 ഇഞ്ച് മാർക്ക് ചെയ്യണം. 13ൻ്റെ മാർക്ക് ചെയ്യണം. ഫോൾഡല്ല, സ്ട്രൈറ്റായിട്ട് എടുക്കാം. ഞങ്ങൾക്ക് 2 പീസ് വേണമല്ലേ. ഇങ്ങനെ സ്ട്രൈറ്റ് ഇട്ടു, കട്ട് ചെയ്തെടുത്തു. ഫിനിഷിങ് കിട്ടണമല്ലേ. ഇനി 13 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ 4 ഇഞ്ച് വരണം. 2 ഇഞ്ച് വരണം. 2 ഇഞ്ചിലേക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി ഞങ്ങൾ
ബോ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇതായി. ഇനി ഇതുപോലത്തെ ഒരു ബോ ഫ്രണ്ടിലേക്ക് വെക്കണമല്ലേ, അത് കാണിക്കാം. ഇത് ഞങ്ങളെ ബോഡി പാർട്ടിൻ്റെ പീസാണ്. ഇതിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് ഒരു മടക്ക് ഇതുപോലെ മടക്കിയിട്ട് ഇപ്പോൾ 2 പീസുണ്ട് ഇതിൽ, ഇങ്ങനെ മടക്കി എടുത്തു. ഇനി ഞങ്ങൾ ഈ ഭാഗത്തിൽ നിന്ന് ഇതിൻ്റെ താഴോട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. 4 ഇഞ്ച് ഇതുപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതേപോലെ ഈ ഭാഗത്തിലേക്കും 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. 4 ഭാഗം 4 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തു. ഇനി ഞങ്ങൾ കട്ട് ചെയ്യാം. ഇതിന് ഇതുപോലെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുത്തു. ഇതിങ്ങനെ സ്റ്റിച്ചിങ് ചെയ്താൽ പിന്നെ ഇതിൻ്റെ എല്ലാ ഫിനിഷിംഗ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ഇതുപോലെ ബോ പോലെ നിൽക്കും. സ്റ്റിച്ചിങ് എല്ലാം ചെയ്യാം, പിന്നെ നോക്കാം. പിന്നെ ഇതിലേക്ക് ഇതിങ്ങനെയൊക്കെ ബോ ചെയ്തിങ്ങനെ ബോ പോലെ ഇങ്ങനെ ചെയ്ത് ഇതിലേക്ക് ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പീസ് എടുക്കാം. ഈ പീസ് എടുക്കാം. അത് നന്നായി കാണും. നമ്മുടെ താഴെയുള്ള പീസല്ലേ, അപ്പോൾ ഇതിനെ എടുക്കാം. ഇതൊരു 1 ഇഞ്ചിൽ എടുക്കാം. 1 ഇഞ്ചിൽ ഇഞ്ച് എടുത്തു. 3 ഇഞ്ച് ഇതിൻ്റെ എക്സ്ട്രാ എടുത്തു. ഇതിനിങ്ങനെ സ്റ്റിച്ചിങ് ചെയ്ത് ഇതിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ചിങ് ചെയ്ത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നാളത്തെ ക്ലാസ്സിൽ കാണിച്ചു തരാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയായി. ഇത് ബാക്കിലേക്ക് കെട്ടുന്ന ത്രെഡാണ്. ഇത് ബോ ആണ്. ഇത് നമ്മുടെ സ്കേർട്ടിൻ്റെ പാർട്ടാണ്. ഇത് നമ്മുടെ ബോഡി പാർട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ക്ലാസ് തീർന്നു. ഓക്കെ, ബൈ, ടേക്ക് കെയർ. കുറച്ച് വീഡിയോസ് ലെങ്താവും. കുറച്ച് നിങ്ങൾ വീഡിയോസ് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റായിട്ട് പോകും. ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് പറഞ്ഞു തരുന്നതല്ലേ, അപ്പോൾ കുറച്ച് ലേറ്റായി പോവും, സ്ലോ ആയിട്ട് പോവും. സോറി. എന്തെങ്കിലും നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ക്ലിയറായിട്ട് പറഞ്ഞു തരണേ. എനിക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ക്ലിയറായിട്ട് പറഞ്ഞു തന്നാൽ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റിപ്ലൈ ആയിട്ട് അയച്ചു തരാം.